എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മൾ അംഗൻവാടി പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇന്ന് ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ സാഹചര്യത്തിലാണ് പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അന്നന്നാൾ രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നതും. പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അംഗൻവാടിയിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതായത് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ മുതൽ ഒരു CB നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ യഥാസമയം നമ്മൾ രേഖപ്പെടുത്തി വരാറുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ മികവുറ്റതാകാൻ ശ്രമിക്കുന്ന ടീച്ചേഴ്സിനാണ് അംഗൻവാടി പ്രവർത്തനങ്ങളിലൂടെ പോഷൻ ട്രാക്കറിൻ്റെ ഇൻസെൻറ്റീവായി നിങ്ങൾ തേടിയെത്തുന്നത്. എല്ലാ മാസങ്ങളിലും പരമാവധി 500 രൂപയാണ് അങ്കണവാടി ടീച്ചർക്ക് അനുവദിക്കുന്ന പോഷൻ ട്രാക്കർ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അങ്കണവാടി ഹെൽപ്പർക്കും 250 രൂപ പരമാവധി ഒരു മാസത്തിൽ പോഷൻ ട്രാക്കർ ഇൻസെൻറ്റീവിൻ്റെ പേരിൽ ലഭിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളതുമാണ്. നമുക്കറിയാം, പോഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാനുണ്ട്. അത് അങ്കണവാടിയിൽ വരുന്ന ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷൻ മുതൽ CB രേഖപ്പെടുത്തൽ ഉൾപ്പെടെ VHSൻ്റെ രേഖപ്പെടുത്തൽ, വളർച്ചാ നിരീക്ഷണങ്ങളായിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ, ഇന്ന് 11 രജിസ്റ്ററിൽ കൂടുതൽ കാര്യങ്ങൾ പോഷൻ ട്രാക്കറിനകത്തുണ്ട്. ഈ പോഷൻ ട്രാക്കറിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കുന്ന ടീച്ചേഴ്സിനാണ് പെർഫോമൻസ് ബേസ്ഡ് അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള 500ഉം 250 രൂപയും ലഭിച്ചു വരുന്നത്. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2025 മുതൽ ഈ മാസം അവസാനിക്കുന്ന 2026 മാർച്ച് വരെ നമ്മൾക്ക് കിട്ടാനുള്ളത് പരമാവധി 6000 രൂപയാണ് ഒരു അംഗൻവാടി വർക്കർക്ക് കിട്ടാനുള്ള തുക. പല ജില്ലകൾക്കും ഇത് സാധ്യമായിട്ടുണ്ടെങ്കിലും കുറേയധികം ജില്ലകൾക്ക് ഇത് അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തുകയാണ്. അപ്പോൾ ഈ 6000 രൂപ എന്ന് പറയുന്നത് നമുക്കറിയാം, പോഷൻ ട്രാക്കറിനകത്ത് നമുക്ക് ഒരുമിച്ച് കിട്ടുന്ന തുകയാണ്. അതായത് എല്ലാ മാസങ്ങളിലും ഈ 500 രൂപയോ 250 രൂപയോ നമുക്ക് അനുവദിച്ച് വരാറില്ല. പരമാവധി ഒരു വർഷത്തിലാണ്, സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴായിരിക്കും ഈ തുക ഒരുമിച്ച് നമുക്ക് വരിക. ആ സാഹചര്യത്തിൽ എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും സക്സസ്ഫുള്ളി പൂർത്തിയാക്കിയിട്ടുള്ള അംഗൻവാടി ഹെൽപ്പർക്കും വർക്കർക്കും ഇത്തരത്തിലുള്ള പോഷൻ ട്രാക്കർ ഇൻസെൻറ്റീവ് ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മാനദണ്ഡങ്ങളുണ്ട്. എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ അറിയാം. നമുക്കറിയാം, അംഗൻവാടി വർക്കറെ സംബന്ധിച്ചിടത്തോളം 21 ദിവസം അംഗൻവാടി തുറക്കുകയും ഒപ്പം തന്നെ വളർച്ചാ നിരീക്ഷണം 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം 80% കൂടുതൽ ഓരോ മാസങ്ങളിലും പൂർത്തിയാക്കണം. അത് ആദ്യത്തെ മാനദണ്ഡമാണ്. രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്, നമ്മൾക്ക് പോഷൻ ട്രാക്കറിലേക്ക് വരുന്ന ഹോം വിസിറ്റ് അലർട്ടുകൾ കൃത്യമായി പരിശോധിച്ച് ആ വീടുകൾ സന്ദർശിച്ച് അതേസമയം തന്നെ ആ ഹോം വിസിറ്റുകളൊക്കെ തന്നെ പോഷൻ ട്രാക്കറിലേക്ക് മാർക്ക് ചെയ്യണം. പ്രത്യേകിച്ച് പരമാവധി 60% ഭവന സന്ദർശനം പൂർത്തിയാക്കുന്ന ടീച്ചേഴ്സിനാണ് ഇത്തരത്തിൽ അർഹതപ്പെട്ട 500 രൂപയും 250 രൂപയൊക്കെ ലഭ്യമാവുന്നത്. എന്നാൽ നമ്മുടെ അംഗൻവാടി ഹെൽപ്പറെ സംബന്ധിച്ചിടത്തോളം 21 ദിവസം അംഗൻവാടി തുറന്നു എന്ന് കാണിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അവർക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് തുക കിട്ടുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഈ തുകകളെല്ലാം ഉറപ്പാക്കുന്നതിന് നിങ്ങൾ മുടക്കം വരാതെയുള്ള പോഷൻ ട്രാക്കർ എൻട്രി ഉറപ്പായിട്ടും നിത്യവും നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ മൈൻഡിലുള്ളത് പോഷൻ ട്രാക്കർ ഇൻസെൻറ്റീവ് മാനദണ്ഡമായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് ഒന്നുകൂടെ തിരിച്ചറിയുക. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞാലും ഈ തുകകളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായി പോഷൻ ട്രാക്കറിൽ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് 60-100%